ഇടുക്കി മറയൂരിലെ ചന്ദനക്കടത്ത് കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച മജിസ്ട്രേറ്റിനെതിരെ വനംവകുപ്പ് പരാതിയുമായി രംഗത്ത് വന്നു. ദേവികുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ കേസ് അന്വേഷണത്തെ ബാധിച്ചെന്ന് കാട്ടി മറയൂർ DFO ഹൈറേഞ്ച് CCFന് റിപ്പോർട്ട് നൽകി. കേസ് അന്വേഷണം സുതാര്യമാകാൻ കോടതി മാറ്റണമെന്ന് മറയൂർ DFO ആവശ്യപ്പെടുന്നു. മറയൂർ നാച്ചുവേൽ ചന്ദന റിസർവിൽ നിന്ന് കഴിഞ്ഞ മാസം 4 ചന്ദനമരങ്ങൾ മോഷണം പോയിരുന്നു. കേസിൽ അന്തർസംസ്ഥാന ചന്ദനക്കടത്ത് മാഫിയയുമായി ബന്ധമുള്ള 14 പേരെയാണ് വനംവകുപ്പ് പിടികൂടിയത്. ഇതിൽ 4 പേർക്ക് ദേവികുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു. ഇതിനെതിരെയാണ് മറയൂർ DFO CCFന് റിപ്പോർട്ട് നൽകിയത്. കോടതിയിൽ കീഴടങ്ങിയ മറയൂർ സ്വദേശി അരുണിന് സർക്കാർ അഭിഭാഷകനെ കേൾക്കാതെ ജാമ്യം അനുവദിച്ചെന്നും ഇയാൾ രഹസ്യകേന്ദ്രത്തിൽ ഒളിപ്പിച്ച് 25 കിലോ ചന്ദനം പിന്നീട് മറ്റൊരിടത്തേക്ക് കടത്തിയെന്നുമാണ് റിപ്പോർട്ട്. ജാമ്യം ലഭിച്ച മറ്റു 3 പ്രതികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് പരാതി നൽകിയിരുന്നു. തുറന്ന കോടതിയിൽ വിഷയം ഉന്നയിക്കാതിരുന്ന പ്രതികളെ പ്രതിഭാഗം അഭിഭാഷകൻ മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തിച്ച് പരാതി നൽകിയെന്നാണ് DFOയുടെ ആരോപണം. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് പ്രതിഭാഗം അഭിഭാഷകന്റെ കാറിൽ കൊണ്ടുപോകാൻ മജിസ്ട്രേറ്റ് അനുമതി നൽകിയതും നിയമവിരുദ്ധമാണെന്നാണ് റിപ്പോർട്ട്. അന്തർസംസ്ഥാന ചന്ദന മാഫിയയുമായി ബന്ധമുള്ള അരുണിനെ 4 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടെങ്കിലും 4 മണിക്കൂർ മാത്രമാണ് അനുവദിച്ചത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെയും മറയൂർ DFOയെയും വിലക്കുകയും ചെയ്തു. ഇത് പ്രതിക്ക് സഹായകരമായെന്നാണ് വനംവകുപ്പിന്റെ വാദം. വിഷയത്തിൽ മജിസ്ട്രേറ്റിനെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്കും വനംവകുപ്പ് പരാതി നൽകും. 24 ഇടുക്കി.